ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർന്നു. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. വികസിത ഭാരതം 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സ്വാതന്ത്ര്യസമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. നമ്മുടെ കർഷകരും ജവാന്മാരുമൊക്കെ രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ആദരം അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും. അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൗരന്റെയും സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിത ഭാരത് 2047 എന്നത് വെറും വാക്കല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇന്ത്യയിലെ 140 കോടി ജനത ഒരേ ദിശയിൽ ഒറ്റക്കെട്ടായി മുന്നേറിയാൽ 2047ഓടെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമെന്നും മോദി പറഞ്ഞു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, MSME, ഗതാഗതം, കാർഷിക മേഖലകൾ എന്നിങ്ങനെ സർവ്വ മേഖലകളും ആധുനികവൽക്കരിച്ചു. സാങ്കേതിക വിദ്യയുടെ സമന്വയത്തിലൂടെ മികച്ചത് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10 കോടി സ്ത്രീകൾ വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ചേർന്നു. 10 കോടി സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുകയാണ്. സ്ത്രീകൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുമ്പോൾ കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമാവുകയും ഇത് സാമൂഹിക മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതായും ഈ അവസരം പാഴാക്കാൻ അനുവദിക്കരുതെന്നും ഇതുമായി മുന്നോട്ടു പോയാൽ വികസിത ഭാരത് 2047 എന്ന നമ്മുടെ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ഇന്ത്യ 2047 എന്നത് ആരോഗ്യകരമായ ഇന്ത്യ ആയിരിക്കണം. ഇതിനായി പോഷകാഹാരക്കുറവ് പൂർണ്ണമായും തുടച്ചു മാറ്റാനുള്ള പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തരാവുകയാണ്. ഇന്ന് പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ നമുക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടെന്നും പ്രതിരോധ ഉൽപാദന മേഖലയുടെ ഹബ്ബായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തുടർച്ചയായി 11ാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള 6000 പേരാണ് ഇത്തവണത്തെ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത്. വിവിധ സംസ്ഥാനങ്ങളിലെ 2000ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു.